റിയൽ അനാലിസിസിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കോഷി ക്രൈറ്റീരിയൻ ഫോർ റീമാൻ ഇൻ്റഗ്രബിലിറ്റിയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് അതിൻ്റെ ചില അപ്ലിക്കേഷൻസാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ കോഷി ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് കാണാം. അതിനുശേഷം കോഷി ക്രൈറ്റീരിയൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു തിയറം പ്രൂവ് ചെയ്യും. സോ കോഷി ക്രൈറ്റീരിയൻ എന്തായിരുന്നു എന്ന് നമുക്കൊന്നും കൂടി നോക്കാം. എ ഫംഗ്ഷൻ എഫ് ഫ്രം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ടു ആർ ബിലോങ്സ് ടു ആർ എ ബി if and only if for every epsilon greater than 0 there exists a delta epsilon greater than 0 such that if p dot and q dot are any tagged partitions of closed interval ab with norm of p dot and norm of q dot less than delta epsilon, then the difference between the corresponding Riemann sums will be less than epsilon. So നമ്മൾ പഠിച്ചു ഇതൊരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആണോ എന്നറിയാനുള്ള ഒരു നെസസറി ആൻഡ് സഫിഷ്യൻറ്റ് കണ്ടീഷനാണ്. സോ റീമാൻ ഈ കോഷി ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. കോഷി ക്രൈറ്റീരിയൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്ന് പറയാം. സോ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിറിഷ്ലെറ്റ് ഫംഗ്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഡിറിഷ്ലെറ്റ് ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്നും പറഞ്ഞിരുന്നു, പക്ഷെ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. So the Cauchy criterion can be used to show that a function f from a b to r is not Riemann integrable. Also it can be used to show that a function is Riemann integrable. So we are considering the Dirichlet function chi from closed interval 0 1 to r. ഈ ഫംഗ്ഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ കണ്ടിരുന്നു. ഒന്നും കൂടി കാണാം. chi of x equal to 1 if x is rational. നോക്കുക, നമ്മളിവിടെ ഡൊമൈനായിട്ട് എടുത്തിരിക്കുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 ആണ്. സോ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എല്ലാ റാഷണൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. അതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എല്ലാ ഇർറാഷണൽ നമ്പേഴ്സിലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്. ഇതാണ് ഡിറിഷ്ലെറ്റ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. We will use Cauchy criterion to prove that this Dirichlet function is not Riemann integrable. So എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കുക. നമ്മൾ ആദ്യം ഒരു എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണ്. ഇപ്പോൾ കോഷി ക്രൈറ്റീരിയൻ പറയുന്നത് ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഡെൽറ്റ എപ്സിലൺ കിട്ടുന്നു, സച്ച് ദാറ്റ് ആ ഡെൽറ്റ എപ്സിലണിനേക്കാളും ചെറിയ നോമുള്ള ഏത് രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് എടുത്താലും കറസ്പോണ്ടിങ് റീമാൻ സമ്മുകളുടെ ഡിഫറൻസ് എപ്സിലണിനേക്കാൾ ചെറുതായിരിക്കും എന്നാണ് പറയുന്നത്. സോ കോഷി ക്രൈറ്റീരിയൻ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ അല്ല എന്ന് കാണിക്കാൻ എല്ലാ എപ്സിലണിനും കറസ്പോണ്ടിങ് ആയിട്ട് ഡെൽറ്റ എപ്സിലൺ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒരു എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പറയുന്ന പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ഡെൽറ്റ എപ്സിലൺ കിട്ടില്ല എന്ന് കാണിച്ചാൽ മതി. സോ let epsilon not equal to 1/2. It is a positive number. സോ ഞാൻ ഇതാണ് ഇവിടെ എപ്സിലൺ ആയിട്ട് എടുക്കുന്നത്. ദെൻ ഞാനൊരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുകയാണ്. അതിൻ്റെ നോം എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ എത്ര ചെറുതായിക്കോട്ടെ വിഷയമല്ല. സോ ആർബിട്രറി നോമുള്ള ഒരു ടാഗ്ഡ് പാർട്ടീഷനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. xi-1 xi, ടാഗ്സിനെ ഞാൻ ടി ഐ എന്ന് വിളിക്കുന്നു. ഈ ടാഗ്ഡ് പാർട്ടീഷന് ഞാനൊരൊറ്റ കാര്യമേ നിർബന്ധം പറയുന്നുള്ളൂ, ടാഗുകളെല്ലാം റാഷണൽ നമ്പേഴ്സ് ആയിരിക്കണം. സോ എവറി ടി ഐ, ഇവിടെ ടാഗുകൾ എന്ന് പറയുന്നത് ടി ഐസ് ആണ്. സോ ഈച്ച് ടി ഐ ഷുഡ് ബി എ റാഷണൽ നമ്പർ. സോ ലെറ്റ് പി ഡോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ ക്ലോസ്ഡ് ഇൻ്റർവൽ xi-1 xi ടി ഐ where I equal to 1 2 3 etc. up to n be an arbitrary tagged partition of closed interval 0 1 such that the tags ti is a rational number for each I equal to 1 2 3 etc. up to n. ഓക്കെ, അപ്പോൾ ഇവിടെ എല്ലാ ടാഗുകളും റാഷണൽ നമ്പർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് ടി ഐകളെല്ലാം 1 ആയിരിക്കും. കാരണം റാഷണൽ നമ്പേഴ്സിലെല്ലാം ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. ഇനി വീണ്ടും ഞാനൊരു ടാഗ്ഡ് പാർട്ടീഷൻ എടുക്കുകയാണ്. ഈ ടാഗ്ഡ് പാർട്ടീഷനിൽ പാർട്ടീഷൻ പോയിൻറ്റ്സ് സെയിം തന്നെ, പി ഡോട്ട് പിയിലുള്ള അതേ പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ്
ഞാൻ അടുത്ത പാർട്ടീഷൻ ക്യൂവിലും എടുക്കുന്നത്. സോ ക്യൂ ബി ദ സെയിം പാർട്ടീഷൻ x0 = 0, x1, x2, etc. xn = 1. ഇങ്ങനെ നമ്മളൊരു അതേ പാർട്ടീഷൻ തന്നെ എടുത്തിരിക്കുകയാണ്. പക്ഷേ ഞാനിതിലെ ടാഗുകൾ ഡിഫറെൻ്റ് ആയിട്ടാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ രണ്ട് പാർട്ടീഷനും സെയിം തന്നെ ആയതുകൊണ്ട് രണ്ടുപേരുടെയും നോം ഈക്വലാണ്. നോം ഓഫ് പി എന്ന് പറയുന്നതും നോം ഓഫ് ക്യൂ എന്ന് പറയുന്നതും സെയിം തന്നെ ആയിരിക്കും. എത്ര ചെറുതായാലും എത്ര വലുതായാലും രണ്ടു പേർക്കും ഒരേ നോമാണുള്ളത്. ദെൻ ഇവിടുത്തെ ടാഗ് ഞാൻ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ ഐ എന്നാണ് ഞാൻ ടാഗിനെ വിളിക്കുന്നത്. ഈ ഓരോ ക്യൂ ഐയും ഇറാഷണൽ നമ്പർ ആയിരിക്കണം. നേരത്തെ എല്ലാ ടി ഐകളും റാഷണൽ നമ്പേഴ്സായിട്ടാണ് ഞാൻ എടുത്തിരുന്നത്. ഇപ്പോൾ ക്യൂ ഐകളെല്ലാം ഇറാഷണൽ നമ്പേഴ്സാണ് എന്നാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സോ ആദ്യം പാർട്ടീഷൻ എടുത്തു. ഇപ്പോൾ ഓരോ സബ് ഇൻ്റർവെല്ലിൽ നിന്നും നമ്മൾ ഓരോ ടാഗ് ചൂസ് ചെയ്തു. ആൻഡ് ഈച്ച് ടാഗ് ഈസ് ആൻ ഇറാഷണൽ നമ്പർ. ഇപ്പോൾ ഇറാഷണൽ നമ്പർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എഫ് ഓഫ് ക്യൂ ഐകളെല്ലാം 0 ആയിരിക്കും. ബിക്കോസ് ഇറാഷണൽ നമ്പേഴ്സിൽ മുഴുവനും ഫംഗ്ഷൻ്റെ വാല്യൂ 0 സോ ഇപ്പം നമ്മുടെ കയ്യിൽ രണ്ട് ടാഗ്ഡ് പാർട്ടീഷൻസ് ഉണ്ട്. ടാഗ്ഡ് പാർട്ടീഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. ബിക്കോസ് ടാഗ്സ് ആർ ഡിഫറെൻറ്റ് ബട്ട് ബോത്ത് ആർ സെയിം ആസ് എ പാർട്ടീഷൻ. സോ ബോത്ത് ഹാവ് ദ സെയിം നോം. So q dot equal to xi minus 1 xi qi, where I equal to 1 2 3 etc. up to n have the same partition points as p dot and they differ in tags only. അടുത്തതായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ we will evaluate the difference between the corresponding Riemann sums. So absolute value of s of p dot minus s of q dot. എസ് എഫ് പി ഡോട്ട് എന്ന് പറയുമ്പോൾ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ടി ഐ എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1 മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് എന്ന് പറയുമ്പോൾ ആകെ വ്യത്യാസം വരുന്നത് ടാഗിൽ മാത്രമാണ്. സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n എഫ് ഓഫ് ക്യൂ ഐ ടൈംസ് എക്സ് ഐ മൈനസ് എക്സ് ഐ മൈനസ് 1. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എല്ലാ എഫ് ഓഫ് ടി ഐകളും 1 ആണ്, എല്ലാ എഫ് ഓഫ് ക്യൂ ഐകളും 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് summation I equal to 1 to n 1 into xi minus xi minus 1 minus summation I equal to 1 to n 0 times xi minus xi minus 1. So the second term is 0. First termil എന്താ സംഭവിക്കാൻ നോക്കുക. ഐക്ക് 1 കൊടുത്താൽ we will get x1 minus x0 plus ഐക്ക് 2 കൊടുത്താൽ x2 minus x1, 3 കൊടുത്താൽ x3 minus x2 plus etc. Last term will be xn minus xn minus 1. ഇതിന് തൊട്ട് മുമ്പത്തെ ടേമിൽ നമുക്കുണ്ടാവുക xn minus 1 minus xn minus 2 എന്നായിരിക്കും. സോ നമുക്ക് കണ്ടാൽ അറിയാം ഇവിടെ x1 ക്യാൻസലാവും, x2 ക്യാൻസലാവും. ഇങ്ങനെ ഓരോരുത്തർ ക്യാൻസലായി നമുക്ക് ബാക്കി ഉണ്ടാവുക xn minus x0 ആണ്. ഓക്കെ, സോ ദിസ് ഇസ് അബ്സല്യൂട്ട് വാല്യൂ. ഇവിടെ പോസിറ്റീവ് തന്നെയായി, കാരണം എക്സ് എൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 ആണ്, x0 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ ദിസ് ഇസ് xn minus x0 minus the second term is 0. So this is 1 minus 0 which is 1. ഈ 1 എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2. ഈ 1/2നെയാണ് നമ്മൾ എപ്സിലോൺ നോട്ട് എന്ന് എടുത്തിരുന്നത്. സോ ഇവിടെ പി ഡോട്ടും ക്യൂ ഡോട്ടിൻ്റെയും നോം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ദേ ആർ പാർട്ടീഷൻസ് ഓഫ് ആർബിട്രറി നോം. എത്ര ചെറുതായാലും നമുക്ക് കിട്ടാൻ പോകുന്നത് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് ഓഫ് പി ഡോട്ട് മൈനസ് എസ് ഓഫ് ക്യൂ ഡോട്ട് എന്ന് പറയുന്നത് 1 തന്നെ ആയിരിക്കും, വിച്ച് ഇസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ എപ്സിലോൺ നോട്ട്. ഓക്കെ, സോ ഡിറിച്ലെറ്റ് ഫംഗ്ഷൻ ഇവിടെ ശരിക്കും എഫ് അല്ല വേണ്ടത്, കൈ ആണ് കേട്ടോ. ബിക്കോസ് നമ്മളിവിടെ ഫംഗ്ഷനെ വിളിക്കുന്നത് കൈ എന്നാണ്. So the Dirichlet function does not satisfy Cauchy criterion. അപ്പോൾ നമുക്ക് Cauchy criterion പ്രകാരം Dirichlet function Riemann integrable അല്ല എന്ന് പറയാം. So chi is not in RAB. സോ ഇങ്ങനെയാണ് നമ്മൾ Cauchy criterion യൂസ് ചെയ്തുകൊണ്ട് Dirichlet function Riemann integrable അല്ല എന്ന് പ്രൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് Cauchy criterion ഉപയോഗിച്ച് നമ്മൾ സ്ക്യൂസ് തിയറം പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. സോ എന്താണ് സ്ക്യൂസ് തിയറം എന്ന് നോക്കാം. സ്ക്യൂസ് തിയറം
can be called as sandwich theorem also. Skews theorem says that let f from a b to r. ഒരു ഫംഗ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ എ ബിയിൽ നിന്ന് ആറിലേക്കുള്ളത്. ദെൻ എഫ് എലമെൻറ്റ് ഓഫ് ആർ എ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഫോർ എവറി എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് alpha epsilon and omega epsilon in RAB with alpha epsilon of x less than or equal to f of x less than or equal to omega epsilon of x for all x element of closed interval AB and such that integral a to b omega epsilon minus alpha epsilon is less than epsilon. Okay, വീണ്ടും ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവാനുള്ള ഒരു ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷനാണ് സ്ക്യൂസ് തിയറം. ഇത് പ്രൂവ് ചെയ്യാൻ നമ്മൾ കോഷി ക്രൈറ്റീരിയൻ യൂസ് ചെയ്യും. ഇവിടെ സ്ക്യൂസ് തിയറം എന്താണ് പറയുന്നതെന്ന് ഒന്നും കൂടി നോക്കാം. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ റീമാൻ ഇൻ്റഗ്രബിൾ ആവണമെങ്കിൽ എഫിൻ്റെ താഴെയും മുകളിലും നമുക്ക് രണ്ട് റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസിനെ കണ്ടുപിടിക്കാൻ പറ്റണം. alpha epsilon of x and omega epsilon of x such that ഈ രണ്ട് ഫംഗ്ഷൻസും ആൽഫ എപ്സിലണും ഒമേഗ എപ്സിലണിനും എഫിനോട് വളരെ ക്ലോസ് ആണ്. അതായത് ഇവരുടെ ഇടയിലുള്ള ഏരിയ വളരെ നെഗ്ലിജിബിളാണ്. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് ആൽഫ എപ്സിലൺ എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫിൻ്റെ ഇടയിലുള്ള ഏരിയയാണിത്. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് ആൽഫ എപ്സിലൺ എന്ന് പറയുന്നത്. സോ ഇതാണ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എങ്കിൽ എഫിൻ്റെ തൊട്ട് താഴെ നമുക്ക് മറ്റൊരു ഫംഗ്ഷൻ ഇത് എഫ് ആണെങ്കിൽ ഇത് ആൽഫ എപ്സിലൺ, ഇതിൻ്റെ മുകളിൽ നമുക്ക് ഒമേഗ എപ്സിലൺ. ഈ ആൽഫ എപ്സിലണിൻ്റെയും ഒമേഗ എപ്സിലണിൻ്റെയും ഇടയിലുള്ള ഏരിയ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലൺ. ഇതാണ് നമ്മളോട് റിസൾട്ട് പറയുന്നത്. സോ ഇഫ് എഫ് ഇസ് റീമാൻ ഇൻ്റഗ്രബിൾ ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു ഫൈൻഡ് സച്ച് ഫങ്ഷൻസ്. അതുപോലെ തന്നെ എഫിന് താഴെയും മുകളിലും ആയിട്ട് നമുക്കിതുപോലെ രണ്ട് ഫങ്ഷൻസ് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കുകയും ചെയ്യും. ഇതാണ് സ്ക്യൂസ് തിയറം നമ്മളോട് പറയുന്നത്. സോ എഫ് ഇസ് skewed between two Riemann integrable functions alpha epsilon and omega epsilon. So നമുക്കിത് പ്രൂവ് ചെയ്യാം. ഇഫ് ആൻഡ് ഓൺലി ഇഫ് തിയറാണ്, അതുകൊണ്ട് പ്രൂഫിന് രണ്ട് പാർട്ട് ഉണ്ടായിരിക്കും. അതിൽ ആദ്യത്തെ ഭാഗം നമുക്ക് നോക്കാം. എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് കരുതുക. എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ബി ആർബിട്രറി. നമുക്കപ്പോൾ ആൽഫ എപ്സിലൺ ഒമേഗ എപ്സിലൺ ഇങ്ങനെ രണ്ട് ഫങ്ഷൻസ് എക്സിസ്റ്റ് ചെയ്യും which satisfy these two conditions 2 and 3. ഈ രണ്ട് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു ആൽഫ എപ്സിലണും ഒമേഗ എപ്സിലണും ഉണ്ടാവും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. വി ക്യാൻ ടേക്ക് ആൽഫ എപ്സിലൺ ആൻഡ് ഒമേഗ എപ്സിലൺ ആസ് എഫ് ഇറ്റ് സെൽഫ്. സോ ഇവിടെ നമ്മുടെ അസംഷൻ പ്രകാരം എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൽഫ എപ്സിലണും ഒമേഗ എപ്സിലണും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് ബിക്കോസ് ബോത്ത് ഓഫ് ദെം ആർ എഫ് ഇറ്റ് സെൽഫ്. ഇനി ആൽഫ എപ്സിലൺ ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നൊരു കണ്ടീഷൻ ഉണ്ട്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒമേഗ എപ്സിലൺ ഓഫ് എക്സ് ബിക്കോസ് നമുക്കിവിടെ രണ്ടും എഫ് തന്നെയാണ്. സോ വി ഹാവ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ട്രൂ ആണ്. സോ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഏരിയ, അവരുടെ ഇടയിലുള്ള ഏരിയ എന്തായിരിക്കും നോക്കാം. ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് ആൽഫ എപ്സിലൺ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് മൈനസ് എഫ് ആണ്. ഇറ്റ് ഈസ് 0. 0 is always less than epsilon because we have taken epsilon greater than 0. Okay. സോ ഈ രണ്ട് കണ്ടീഷൻസും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആൽഫ എപ്സിലൺ ആൻഡ് ഒമേഗ എപ്സിലൺ എപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് പോസിബിൾ ടു ഫൈൻഡ് സച്ച് ഫങ്ഷൻസ്. ഇനി നമുക്ക് ഇതിൻ്റെ കോൺവേഴ്സ് പാർട്ട് പ്രൂവ് ചെയ്യണം. കോൺവേഴ്സ് പാർട്ട് എന്ന് പറയുമ്പോൾ we are assuming that f satisfies the property that for each epsilon greater than 0 there exists alpha epsilon and omega epsilon in RAB such that
alpha epsilon of x less than or equal to f of x less than or equal to omega epsilon of x for all x element of closed interval ab. And integral a to b omega epsilon minus alpha epsilon is less than epsilon. ഇപ്പോൾ ഏത് എപ്സിലൺ എടുത്താലും കറസ്പോണ്ടിങ് ആയിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ റീമാൻ ഇൻ്റഗ്രബിൾ ഫങ്ഷൻസ് ആൽഫ എപ്സിലണും ഒമേഗ എപ്സിലണും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ അങ്ങോട്ട് അസ്യൂം ചെയ്തു. നൗ വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എഫ് ഇസ് ഇൻ ആർ എ ബി. ഇവിടെ ആൽഫ എപ്സിലണും ഒമേഗ എപ്സിലണും റീമാൻ ഇൻ്റഗ്രബിൾ ആണ് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റീമാൻ ഇൻ്റഗ്രബിലിറ്റിയുടെ ഡെഫിനിഷൻ പ്രകാരം ടേക്ക് ആൻ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ട് ആൽഫ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് നമുക്കൊരു ഡെൽറ്റ കിട്ടും such that if p dot is any tagged partition of AB with a norm of p dot less than delta, absolute value of s alpha epsilon p dot minus integral a to b alpha epsilon is less than epsilon. ഇതുപോലെ ഒമേഗ എപ്സിലൺ റീമാൻ ഇൻ്റഗ്രബിൾ ആയതുകൊണ്ട് അവിടെ നമുക്ക് ഒരു ഡെൽറ്റ കിട്ടും such that if p dot is any tagged partition of AB with a norm less than delta, absolute value of s omega p dot minus integral a to b ഒമേഗ എപ്സിലൺ ലെസ് ദാൻ എപ്സിലൺ. ഈ രണ്ട് ഡെൽറ്റയും സെയിം ആവണമെന്നില്ല. ബട്ട് വി ക്യാൻ ചൂസ് ഡെൽറ്റ എപ്സിലൺ ആസ് മിനിമം ഓഫ് ദോസ് ടു ഡെൽറ്റാസ്. നമുക്ക് രണ്ട് ഡെൽറ്റ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ മിനിമം നമുക്ക് ഡെൽറ്റ എപ്സിലൺ ആയിട്ട് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ വി ഹാവ് ഫോർ ദ സെയിം ഡെൽറ്റ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 if p dot is any tagged partition of closed interval ab with norm less than delta epsilon, absolute value of s alpha epsilon p dot minus integral a to b alpha epsilon is less than epsilon, and absolute value of s omega epsilon p dot minus integral a to b omega epsilon is less than epsilon. ഇനി ഞാനിവിടുത്തെ അബ്സല്യൂട്ട് വാല്യൂ എന്നുള്ള സിമ്പിൾ റിമൂവ് ചെയ്യാണ്. അത് റിമൂവ് ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് ആൽഫ എപ്സിലൺ പി ഡോട്ട് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ ലെസ് ദാൻ എപ്സിലൺ എന്ന് കിട്ടും. ദെൻ ഐ വിൽ ആഡ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ ത്രൂ ഔട്ട്. അപ്പോൾ എനിക്ക് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് ആൽഫ എപ്സിലൺ പി ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ പ്ലസ് എപ്സിലൺ എന്ന് കിട്ടും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇനീക്വാലിറ്റിയിലും ഇതേ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് ഒമേഗ എപ്സിലൺ പി ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ പ്ലസ് എപ്സിലൺ എന്ന് കിട്ടും. സോ ഇത് രണ്ടും നമുക്ക് ആവശ്യമുള്ള ഇനീക്വാലിറ്റീസാണ്. ഇതിലാവശ്യമുള്ള ഭാഗം ഞാനിവിടെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി we have alpha epsilon of x less than or equal to f of x less than or equal to omega epsilon of x. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറസ്പോണ്ടിങ് റീമാൻ സമ്മുകൾ എടുത്താലും ഈ ഒരു ഓർഡർ അവർ തമ്മിലുണ്ടാവും എന്നറിയാം. എസ് ആൽഫ എപ്സിലൺ പി ഡോട്ട് വിൽ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ എപ്സിലൺ പി ഡോട്ട്. ദെൻ ഇനി നമുക്ക് നേരത്തെ ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ച രണ്ട് ഭാഗങ്ങളും ഈ പറയുന്ന ഇനീക്വാലിറ്റിയും കൂടി ഒരുമിച്ച് യൂസ് ചെയ്യാൻ പോവാണ്. സോ വി ഹാവ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് ആൽഫ എപ്സിലൺ പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എഫ് പി ഡോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ഒമേഗ പി ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ പ്ലസ് എപ്സിലൺ. ഇനി എനിക്ക് ഈ രണ്ടാൾക്കാരെ ആവശ്യമില്ല. So now I have this. Okay. Also Q dot എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ നോർമൽ ലെസ് ദാൻ ഡെൽറ്റ എപ്സിലൺ വരുന്ന മറ്റൊരു ടാഗ്ഡ് പാർട്ടീഷൻ ആണെന്ന് വിചാരിക്കാം. സോ നമുക്കിതുപോലെ തന്നെ ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ മൈനസ് എപ്സിലൺ ലെസ് ദാൻ എസ് എഫ് ക്യൂ ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് എപ്സിലൺ എന്ന് കിട്ടും. ഈ ഇനീക്വാലിറ്റിയെ ത്രൂ ഔട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇനീക്വാലിറ്റികൾ റിവേഴ്സ് ആവും. സോ ഈ ഒമേഗ എപ്സിലണിൻ്റെ ഭാഗം ആദ്യം വരും, ആൽഫ എപ്സിലണിൻ്റെ ഭാഗം പിന്നെ വരും. സോ വി വിൽ ഗെറ്റ് മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് എപ്സിലൺ
ലെസ് ദാൻ മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ലെസ് ദാൻ മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ പ്ലസ് എപ്സിലൺ എന്ന് കിട്ടും. നൗ വാട്ട് വി ആർ ഡൂയിങ് ഇസ് 1 + 2. സോ 1 + 2 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. ഇൻ്റഗ്രൽ എ ടു ബി ആൽഫ എപ്സിലൺ മൈനസ് ഒമേഗ എപ്സിലൺ മൈനസ് 2 എപ്സിലൺ ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ലെസ് ദാൻ ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് ആൽഫ എപ്സിലൺ പ്ലസ് 2 എപ്സിലൺ. ഓക്കെ, ഇവിടെ കണ്ടാലറിയാം, if I call this number as c minus 2 epsilon less than sfp dot minus sfq dot less than c plus 2 epsilon എന്നാണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത്. ഓക്കെ, സോ നമുക്കിതിനെ എങ്ങനെ പറയാൻ പറ്റും? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ഓർ ഇതിൽ സി അല്ല ഇവിടെ നമുക്ക് വരുന്നത്, ഇതിനെ നമ്മൾ സി എന്ന് വിളിക്കുകയാണെന്ന് കരുതുക. ഇഫ് വി കോൾ ദിസ് ആസ് സി മൈനസ് സി മൈനസ് 2 എപ്സിലൺ ലെസ് ദാൻ എസ് എഫ് പി ഡോട്ട് മൈനസ് എസ് എഫ് ക്യൂ ഡോട്ട് ലെസ് ദാൻ സി പ്ലസ് 2 എപ്സിലൺ എന്നാണ് കിട്ടുന്നത്. അതായത് ഇറ്റ് ഇസ് ഓഫ് ദ ഫോം മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി ദെൻ വി ഹാവ് മോഡ് എ ലെസ് ദാൻ സി. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വി ഹാവ് absolute value of sfp dot minus sfq dot is less than integral a to b omega epsilon minus alpha epsilon plus 2 epsilon എന്ന് കിട്ടും. ആൻഡ് നമ്മുടെ അസംഷൻ പ്രകാരം ഇൻ്റഗ്രൽ എ ടു ബി ഒമേഗ എപ്സിലൺ മൈനസ് ആൽഫ എപ്സിലൺ എന്ന് പറയുന്നത് ഓൾറെഡി ലെസ് ദാൻ എപ്സിലൺ ആണ്. സോ ദിസ് ഇസ് എപ്സിലൺ പ്ലസ് 2 എപ്സിലൺ വിച്ച് ഇസ് 3 എപ്സിലൺ. സോ ഇവിടെ എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്നത് ആർബിട്രറി ആയിരുന്നു. ഈ എപ്സിലണിൻ്റെ സ്ഥാനത്ത് നമ്മൾ എല്ലായിടത്തും എപ്സിലൺ ബൈ 3 ആണ് എടുത്തിരുന്നതെങ്കിൽ നമുക്ക് 3 എപ്സിലൺ എന്നുള്ള സ്ഥാനത്ത് 3 ടൈംസ് എപ്സിലൺ ബൈ 3, അതായത് എപ്സിലൺ എന്ന് കിട്ടിയേനെ. സോ സിൻസ് എപ്സിലൺ ഗ്രേറ്റർ ദാൻ 0 ഈസ് ആർബിട്രറി, ദ കോഷി ക്രൈറ്റീരിയൻ ഇംപ്ലൈസ് ദാറ്റ് എഫ് ഈസ് ഇൻ ആർ എ ബി. സോ നമ്മളിപ്പോൾ പഠിച്ചത് എന്താണ്? എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആണെങ്കിൽ അതിൻ്റെ മുകളിലും താഴെയായിട്ട് 2 റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസും അതിനോട് വളരെ ക്ലോസ് ആവുന്ന രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. തിരിച്ച് എല്ലാ എപ്സിലണിന് കറസ്പോണ്ടിങ് ആയിട്ടും എഫിൻ്റെ ഒരു എപ്സിലൺ നെയ്ബർഹുഡിനുള്ളിൽ 2 റീമാൻ ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് അതിനോട് വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ എഫ് റീമാൻ ഇൻ്റഗ്രബിൾ ആയിരിക്കുകയും ചെയ്യും. ഓക്കെ, ഇതാണ് നമ്മളിപ്പോൾ പഠിച്ചത്.